എടി വിലാസിനിയെ, നീ എന്നാ വിചാരിച്ചിരിക്കുന്നേ? ഞാനേ പാപ്പാടി പുരുഷോത്തമന്റെ ഭാര്യയാണ്. ആ വിമല ഉണ്ടല്ലോ, അവള് 10,000 രൂപയുടെ കണ്ണട മേടിച്ചാ ഞാൻ 20,000 രൂപയുടെ കണ്ണട ഫ്രെയിം മേടിച്ച് നടക്കും. ആ ആ എന്റെ മോനോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വരുമെന്നാ പറഞ്ഞത്. ആ ഇന്ന് കൊണ്ടുവരും. ഒരു 50,000 രൂപയുടെ കണ്ണട മേടിച്ച് ആ വിമലയുടെ മുമ്പിൽ കൂടെ ഞെളിഞ്ഞ് അങ്ങോട്ട് നടക്കണം. അവളൊന്ന് കാണട്ടെ. ആ ശരിയടി, ആ ഞാൻ വിളിക്കാം. ഓക്കെ. അച്ഛമ്മ 20,000 രൂപയുടെ കണ്ണട വാങ്ങിച്ചു വെക്കാൻ പോകുന്ന? ആ എന്താ, എനിക്ക് 20,000 രൂപയുടെ കണ്ണട മേടിച്ചു വെക്കാൻ മേലെ? എന്താ ആകാശം ഇടിഞ്ഞു വീഴുവോ? ആകാശം ഇടിഞ്ഞു വീഴൂല, വേണേ അച്ഛമ്മ ഇടിഞ്ഞു വീഴും. ഞാനൊന്നും ഇടിഞ്ഞൊന്നും വീഴൂല. അല്ല, എന്നിട്ട് അച്ഛനൊന്നും പറഞ്ഞില്ല 20,000 രൂപയുടെ കണ്ണട കാര്യം പറഞ്ഞപ്പോ? അവനെന്ത് പറയാനോ? അവനെന്നാ എന്റെ അച്ഛനാണോ? അവൻ എന്നെ ഇവിടെ കുറെ. പക്ഷെ അച്ഛമ്മ 20,000 രൂപയുടെ കണ്ണട വെച്ചിട്ട് സൂപ്പർ ആയിരിക്കില്ലേ? സൂപ്പർ മാത്രമല്ല മോളെ, എന്റെ മുഖത്തോട്ട് വെച്ചാൽ എന്തൊരു പ്രൗഢി ആയിരിക്കും അറിയാവുന്നു. അല്ല, ഇത് 20,000 കണ്ണടയാന്ന് എങ്ങനെ നാട്ടുകാരൊക്കെ അറിയും? അതിന് ഞാൻ പറഞ്ഞിട്ട് കൊടുക്കും. അച്ഛമ്മ കഴിഞ്ഞുള്ളല്ലേടി ആള്. അച്ഛമ്മ നമ്മുടെ ഭാഗ്യം അല്ലേ? പിന്നെ അച്ഛമ്മക്ക് എന്തൊരു ബുദ്ധിയാ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ലക്ഷറി കാര്യങ്ങളൊക്കെ അച്ഛമ്മയ്ക്ക് മനസ്സിലാവത്തുള്ളൂ. അതെ അതെ അതെ, കറക്റ്റാ. പക്ഷെ എന്റെ കൊച്ചുമക്കൾ അത്ര ലക്ഷറി ഒന്നും അല്ല. തരം കിട്ടുമ്പോ എന്റെ കുറ്റം പറയും, രണ്ടും കൂടെ കുത്തിയിരുന്നു. അതെന്താ അച്ഛമ്മ അങ്ങനത്തെ ഒരു ടോക്ക്? നമ്മള് കുറ്റം പറയുന്നല്ലോ, നമ്മള് സ്നേഹമുള്ളതല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്. സ്നേഹം നമ്മളെ തന്നെ എപ്പോഴും പാരൊക്കെ അച്ഛമ്മ കിട്ടും അല്ലേടി? അതെ, ഞങ്ങൾ സ്നേഹപ്പാരല്ലേ വെക്കാറുള്ളൂ. എന്തോ രണ്ടും കൂടി ഇപ്പൊ ഇങ്ങോട്ട് വരാൻ കാരണം? അല്ല, അച്ഛമ്മയല്ലേ നമ്മുടെ എല്ലാ ആഗ്രഹവും സാധിച്ചു തരും. പൊന്നു പോലെ നോക്കും. എന്തോ ഉണ്ടെങ്കിലും അച്ഛമ്മയോട് ഒന്ന് പറഞ്ഞാ പോരെ? ശരിയാ. നമ്മളെ കാർത്തിയാനി വല്യമ്മയുടെ വീട്ടിൽ പോയില്ലേ? അപ്പൊ ഞാനൊരു ഹോം തിയേറ്റർ കാണിച്ചു തന്നില്ല അവരുടെ വീട്ടിൽ ഇരിക്കുന്നത്. ആ സിനിമ കണ്ടതാ? എടി, അച്ഛമ്മക്ക് ഇങ്ങനത്തെ കാര്യമൊക്കെ പറഞ്ഞ മനസ്സിലാത്തുള്ളൂടി. അതെ അതെ, അച്ഛമ്മ ഭയങ്കര അപ്ഡേറ്റഡാ. ഞാൻ പറഞ്ഞു വന്നത് എന്താന്നോ, കാർത്തിയാനി വല്യമ്മയുടെ വീട്ടിലുള്ള പോലത്തെ ഒരു സാധനം നമുക്ക് നമ്മുടെ വീട്ടിലും വേണ്ടേ? ഏതാ സിനിമ കൊട്ടയോ? അച്ഛമ്മക്ക് ഇവിടെ അകത്തിരുന്ന് സിനിമ കാണാലോ. അത് നല്ല കാര്യമാണോ മോനെ? അപ്പൊ സെറ്റല്ല. അതിന് പൈസ എവിടുന്നാ? പൈസക്ക് വേണ്ടി വന്നിരിക്കുന്നതാണ് അവരുടെ കൂടെ. കിട്ടും. അയ്യോ, എനിക്ക് എപ്പോഴും തോന്നി എന്തോ മുന്നോട്ട് കൊണ്ടുവരുവാന്ന്. പൈസയുടെ കാര്യം പറഞ്ഞ അച്ഛനും അച്ഛമ്മ എല്ലാം കണക്കാം. ഇപ്പൊ കിട്ടും എന്റെ കയ്യിൽ നിന്ന്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടേ ഹോം തിയേറ്റർ. എനിക്ക് വേണ്ടടാ തിയേറ്റർ. അതും തീറ്റി പോയല്ലോടി, ഇപ്പൊ എന്തോ ചെയ്യും എനിക്കറിയാമല്ലോ. എടാ കൊച്ചേ, നല്ല അങ്ങനെ വഴിക്ക് വാ, നമുക്ക് ഹോം തിയേറ്റർ വാങ്ങിച്ചു വെക്കാം. എത്ര രൂപയാകുന്ന പറഞ്ഞു? രൂപയുടെ ഒരു 25,000-ത്തിനടുത്ത്. നിസാര തുകയല്ലേ ഉള്ളൂ. നിസാരം. ഒരു 12,000 രൂപയാണെങ്കിൽ ഞാനും നോക്കായിരുന്നു. 2,000 രൂപയ്ക്ക് ഒരു ഹെഡ്സെറ്റ് വാങ്ങാനുള്ള ആശയേ ഉള്ളത്. 20,000 രൂപ കൊടുത്തു വെച്ചോ ഇത് ഉണ്ടാക്കാനോ? വേണ്ട, എനിക്ക് തിയേറ്റർ വേണ്ട. ഞങ്ങൾക്ക് വേണ്ടിയാണോ? ഇവിടെ നാളെ കെട്ടിപ്പോവും, ഞാൻ വേറെ അങ്ങോട്ടേലും പോകും. അച്ഛമ്മ കിട്ടുന്ന സിനിമ കാണാമല്ലോ അതിനകത്ത്. വേണ്ട, എന്നാലും അത്രയും രൂപയ്ക്കുള്ളതൊന്നും നമുക്ക് മേടിക്കണ്ട. സ്വന്തം വീട്ടിൽ ഇരുന്ന് സിനിമ ആണ് അന്തസ്സൊന്ന് വേറെ. അച്ഛമ്മക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. എനിക്ക് അത് കാണാൻ ഒക്കില്ല. നിന്റെ അമ്മ പിന്നെ ഒരു പണി എടുക്കൂല, പിന്നെ അതിന്റെ മുമ്പിൽ നിന്ന് എഴുതക്കത്തുമില്ല. വേണ്ട അമ്മയെ കേറ്റണ്ട, നമുക്ക് പുറത്തുനിന്ന് പൂട്ടാ AC ഒക്കെ ഫിറ്റ് ചെയ്ത് ആ റൂമൊക്കെ സെറ്റാക്കി തരാം ഞാൻ. AC ഒക്കെ വെക്കാം അതിനകത്ത്. തിയേറ്ററിൽ ഇരുന്ന് കാണും. അച്ഛമ്മയുടെ സ്വന്തം തിയേറ്റർ, സരസ്വതി തിയേറ്റേഴ്സ്. അച്ഛമ്മ ലാസ്റ്റ് ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടത് എന്നാ? എടോ, അത് എത്രയോ നാൾക്ക് മുമ്പാ ആ പ്രകാശൻ എന്നെ കൊണ്ടുപോയതാ. പിന്നെ അവൻ പോകും, എന്നെ കൊണ്ടുപോകത്തൊന്നുമില്ല എന്നെ. അച്ഛനും അമ്മയൊക്കെ ഇടയ്ക്ക് പോവാറുണ്ട്, നമ്മളൊന്നും അറിയാതെ. അതാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഒരുങ്ങി പോണത് വെളിയിലേക്ക്. അല്ല, ചെക്കപ്പിനൊന്നും പോകുന്നല്ല, പടം കാണാം. രാത്രി 9:30 കഴിഞ്ഞ എവിടെ ചെക്കപ്പ്? തിയേറ്റർ വാങ്ങാൻ ഞാനും വരട്ടെ? തിയേറ്റർ വാങ്ങാൻ വരണ്ട, അത് അവര് നമ്മളെ ഓർഡർ കൊടുത്താൽ വീട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്ത് തരും. അതെ. ഓർഡർ എങ്ങനെ കൊടുക്കൂടാ? അച്ഛമ്മ കാശ് തരാൻ റെഡി ആണെങ്കിൽ ഞാൻ സാധനം സെറ്റ് ചെയ്യാം. ഞാൻ നോക്കട്ടെ, ഒന്ന് ആലോചിക്കട്ടെ. ഒന്ന് ആലോചിച്ചിട്ട് ഇപ്പൊ വരാം. തിയേറ്റർ വാങ്ങാനിട്ട്. എടാ, അത് മുങ്ങിയതാടാ. ഏ, ഏറ്റം തോന്നുന്നു നീ മണ്ടൻ അച്ഛനെ പോലെ.